ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്. വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇത് ഒരു വ്ളോഗല്ല, പക്ഷേ എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റായി ഇപ്പം അഡ്രസ്സ് ചെയ്യണമെന്ന് തോന്നിയൊരു ഇഷ്യൂവിനെ കുറിച്ച് പറയാനാണ്. ആൻഡ് ഐ തിങ്ക്സ് ഇറ്റ്സ് വെരി റിലവൻറ്റ് റൈറ്റ് നൗ. ഇതൊരു ഉപദേശമോ അല്ലെങ്കിൽ ഒരു അഡ്വൈസ് ആയിട്ടൊന്നും നിങ്ങൾ കരുതണ്ട. എനിക്ക് പേഴ്സണലി ഇപ്പം ഞാൻ പറയാൻ പോകുന്ന കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടെന്ന് പറയുന്നത് ചെയ്ത വ്യക്തിയും കൂടിയാണ് ഞാൻ. സോ ഐ തിങ്ക് ഇറ്റ് ഈസ് ടു ബി അഡ്രസ് റൈറ്റ് നോ. എസ്പെഷ്യലി ഇപ്പം നമ്മുടെ റോയ് സാറും അങ്ങനത്തെ ആ സൂസൈഡ് വളരെ ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു സൂസൈഡായിരുന്നു. അതുപോലെ തന്നെ ഇന്നും കണ്ട് ഞാനൊരു ആർട്ടിക്കിളും വായിച്ചായിരുന്നു. ആൻഡ് എനിക്ക് പരിചയമുള്ളവർ കുറേ ഈ ഒരു ട്രാപ്പിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു ലൈഫ് സ്റ്റൈലിൽ പെട്ടുപോയവരുണ്ട്. സോ അതിനെക്കുറിച്ച് പറയാനാണ്. അതിനുവേണ്ടി ഞാൻ കുറച്ച് ഹെൽപ്പ് എടുത്തിട്ടുണ്ട്. സോ ബേസിക്കലി എനിക്ക് ഇതിൽ അഡ്രസ്സ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ടോപ്പിക്ക് എസ്പെഷ്യലി ഇന്നത്തെ ജെൻസി അല്ലെങ്കിൽ ഇത് കാണുന്ന യങ്സ്റ്റേഴ്സിൻ്റെ ഒരു റോങ് വേ ഓഫ് ലൈഫ് സ്റ്റൈലാണ്. സോ അതിൽ മെയിനായിട്ട് പറയാനുള്ളത് ഈ കടത്തിനെ കുറിച്ചുള്ള ഒരു ഇഷ്യൂ ആണ്. ആൻഡ് ഐ തിങ്ക്സ് ഇറ്റ്സ് ഇന്ത്യനെ പോലത്തെ ഇത്രയും ഒരു ഗ്രോയിങ് യങ് പോപ്പുലേഷൻ ഉള്ള ഏറ്റവും കൂടുതൽ ഒരു യങ് പോപ്പുലേഷൻ ഉള്ള രാജ്യം ഏറ്റവും കൂടുതൽ ഇഷ്യൂ ഫേസ് ചെയ്യാൻ പോകുന്ന ഒരു വിഷയം കൂടെയാണ് ഈ ഒരു കൺസ്യൂമർ ഡെപ്ത് അല്ലെങ്കിൽ ജെൻ സിയുടെ ഡെത്ത്. ജസ്റ്റ് ഞാൻ കുറച്ച് സ്റ്റാറ്റിസ്റ്റിക്സ് എടുത്തിട്ടുണ്ട്. നമ്മൾ വെറുതെ പറയാൻ പാടില്ലല്ലോ. ഇത് ആക്ച്വലി ഈ ഇപ്പോഴത്തെ നമ്മുടെ ഒരു ജനറേഷനാണ് ആക്ച്വലി ജെൻ സി എന്ന് പറയുന്ന ജനറേഷനാണ് ഏറ്റവും കൂടുതൽ ഇന്ത്യയുടെ ഹിസ്റ്ററിയിൽ അനാവശ്യമായിട്ടുള്ള കടത്തിൽ കിടക്കുന്ന ഒരു ഗ്രൂപ്പ്. സോ അതിൽ ഇപ്പോൾ അവർ പറയുന്ന പണ്ടത്തെ ഇപ്പോൾ ജനറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം നമ്മുടെ പാരൻസിൻ്റെ ജനറേഷനോ ആരാണെങ്കിലും ഈ കടമെടുക്കുന്നത് മെയിനായിട്ട് എന്തിനായിരിക്കും? ഒബ്വിയസ്ലി ഒന്നുമില്ലെങ്കിൽ സ്വർണം വാങ്ങാനായിരിക്കും, അല്ലെങ്കിൽ വീട്, സ്ഥലം, ഇങ്ങനത്തെ കാര്യങ്ങളിലായിരിക്കും വാങ്ങുന്നത്. പക്ഷേ ഇന്നത്തെ ജനറേഷൻ ഈ ലോണും കടങ്ങളും ഒക്കെ എടുക്കുന്നത് ഈ ഐഫോൺ വാങ്ങാൻ, ട്രിപ്പിന് പോകാൻ, കോൺസേർട്സിന് പോകാൻ. ഇൻഫാക്ട് ഇന്ത്യയിൽ വിൽക്കുന്ന 70% ഓഫ് ഐഫോൺസ് EMIയിലാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. ഫോൺ എടുക്കാൻ വേണ്ടി ലോൺ എടുക്കുന്ന ആൾക്കാരുണ്ട്. ഇപ്പോഴത്തെ ആൾക്കാർക്ക് അത് വളരെ നോർമലായിട്ട് തോന്നും. പക്ഷേ ജസ്റ്റ് ഇമാജിൻ നമ്മുടെ പാരൻസിനോ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ജനറേഷനിലുള്ള ആൾക്കാർക്ക് ഡസൻറ്റ് മേക്ക് എനി സെൻസ്. നിങ്ങൾക്ക് എഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു സാധനം ലോണിൽ കൂടെ വാങ്ങുന്നു എന്ന് പറയുന്നത് വളരെ എന്താ പറയുന്നത്, അവർക്കൊരിക്കലും വിചാരിക്കാൻ പോലും പറ്റാത്തൊരു കാര്യമല്ല. പക്ഷേ ഇപ്പോൾ കുറേ പേര് പറയാമായിരിക്കും അത് 0 EMI ആണ്. ഈ പൈസ എന്ന് പറയുമ്പോൾ ഈ ഒറ്റയടിക്ക് പൈസ ഉള്ളവരായിരിക്കും ഇത് ലോണിലെടുത്തിട്ട് ആ പൈസ വേറെ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കുന്നു. അല്ല, ഈ 70%-ൽ ഓൾമോസ്റ്റ് 68% ആൾക്കാരും ഈ പൈസ ഇല്ലാത്തവരാണ് എടുക്കുന്നത്. അല്ലാതെ ഈ ഒരു ബൾക്ക് എമൗണ്ട് ഉണ്ടായിട്ട് അത് വേറെ എവിടെയെങ്കിലും ഇൻവെസ്റ്റ് ചെയ്ത് ഇത് ലോൺ ഇൻട്രസ്റ്റ് ഫ്രീ ആയിട്ട് കിട്ടുന്നതുകൊണ്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവരല്ല. പൈസ ഇല്ല, പക്ഷേ സ്റ്റാറ്റസ് സിമ്പിൾ കാണിക്കാനായിട്ടാണ്. ആൻഡ് ട്രാവൽ, ഡൈനിങ്, കോൺസേർട്ട്, ഇതിൻ്റെ ഒരു മെയിൻ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വളരെ ഈ ചെറിയ എമൗണ്ടിന് ലോൺ കിട്ടും. അത്യാവശ്യം വലിയ പലിശയിലാണെങ്കിലും ചെറിയ എമൗണ്ടിന് ലോൺ കിട്ടും. അങ്ങനത്തെ ലോൺസാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ പോകുന്നത്. അങ്ങനത്തെ പല ലോൺസ് എടുത്ത് കഴിയുമ്പോൾ അത് അടയ്ക്കാൻ ആദ്യം നമ്മൾ വിചാരിക്കും ഒരു 20,000 രൂപ അല്ലേ ലോണല്ലേ, ഒരു 2,000 രൂപയുടെ EMI അല്ലേ, നമുക്ക് അടയ്ക്കാം. ഈ 2,000 രൂപ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വർഷം അടയ്ക്കേണ്ടി വരും ഈ 20,000 രൂപ അടച്ചു തീർക്കണമെങ്കിൽ, പലിശ എല്ലാം കൂടെ കൂട്ടി. അങ്ങനെ ഇവർ പല ലോണും എടുത്ത് ലാസ്റ്റ് ഇതിന് പറ്റുന്നത് ഇതൊക്കെ ഇതിൽ എഴുതിയിരിക്കുവാണ്. ഈ അൺസെക്യൂർഡ് പേഴ്സണൽ ലോൺ ആർ ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ക്രെഡിറ്റ് സെഗ്മെൻറ്റ്. ജെൻ സി മേക്സ് അപ്പ് ടു 45%. ഈ ചെറിയ ഒരു ജെൻ സി എന്ന് പറയുന്ന ആൾക്കാരാണ് ഈ ഫസ്റ്റ് ടൈം ലോണ് എടുക്കുന്നത് ഈ ഒരു പേഴ്സണൽ ലോൺസിൽ. അത്രയധികം ലോൺ എടുക്കുന്ന ആൾക്കാരാണ്. സോ ഇതിനൊക്കെ പറ്റിപ്പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലെ തന്നെ ഈ 0 കോസ്റ്റ് EMI അങ്ങനെ ഇപ്പോൾ ആൾക്കാർക്ക് എടുക്കാനുള്ള പല മാർഗ്ഗങ്ങളുണ്ട്. ആൻഡ് അവർ ഏറ്റവും കൂടുതൽ എടുക്കുന്നത് ഈ ഒരു ബേസിക്കലി ഈ സോഷ്യൽ മീഡിയയിൽ കാണിക്കാൻ തന്നെയാണ്. ഉപയോഗം കൊണ്ടുപോലുമല്ലോ. ഇപ്പം ഞാൻ എൻ്റെ ഒരു എക്സാമ്പിൾ പറയാം. എനിക്ക് ഇപ്പം ഐഫോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എനിക്കതൊരു ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ഞാൻ അതിൽ നിന്ന് ഒരുപാട് പൈസ ഉണ്ടാക്കുന്നുണ്ട്. എൻ്റെ വ്ളോഗിങ് ആണെങ്കിലും നമ്മുടെ ഷോപ്പിൻ്റെ കോണ്ടൻറ്റ് ആണെങ്കിലും എഡിറ്റിംഗ് ആണെങ്കിലും എല്ലാത്തിനും. അതുപോലെ തന്നെ ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാൻ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള കുറച്ച് നമ്മളൊരു ട്രാവൽ വ്ളോഗറും ലക്ഷറി ഹോട്ടൽസ് കാണിക്കുന്ന ഒരുപാട് നമ്മൾ കാണിച്ചിട്ടുണ്ട്. അത് കാണിക്കുന്നത് ഞാൻ ഇപ്പോൾ ഒരു വ്ളോഗർ അല്ലെങ്കിൽ ഒരിക്കലും ഞാൻ അവിടെ പോയി താമസിക്കില്ല. എനിക്കത് അഫോർഡ് ചെയ്യാൻ പറ്റില്ല. ഇത്രയധികം ഹോട്ടലും ഇത്രയധികം സ്ഥലങ്ങളിലും പോയി നടക്കില്ല. പക്ഷേ അതിൽ നിന്ന് എനിക്ക് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ടാണ് ഞാനിത് പോയി ചെയ്യുന്നത്. ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നവർ ഓബ്വിയസ്ലി നമ്മൾ അങ്ങനത്തെ വരെ ടാർഗറ്റ് ചെയ്താണ് പോയി ചെയ്യുന്നത്. പക്ഷേ ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനത്തെ വരും ഇപ്പോൾ ചിലപ്പോൾ ലോൺ എടുത്ത് ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോയി താമസിക്കുകയോ അല്ലെങ്കിൽ ട്രാവൽ ചെയ്യാറുണ്ട്, വിച്ച് ഇസ് സോ റോങ്. ആൻഡ്
ഇവർ ഈ ഇന്ത്യ എന്ന് പറയുന്ന ഇത്രയും വലിയൊരു രാജ്യത്തിൽ ഓൺലി എത്ര 41% എന്തെങ്കിലും സേവിങ്സ് ഉള്ളത്, ഞാൻ പറയുന്ന ലക്ഷക്കണക്കിനോ സേവിങ്സ് അല്ല, എന്തെങ്കിലും സേവ് ചെയ്യാൻ പറ്റിയ വെറും ഇത്രയും ശതമാനം ആൾക്കുള്ളൂ. ബാക്കിയുള്ളവർ പേ ചെക്ക് ടു പേ ചെക്കാണ് ജീവിക്കുന്നത്. ഒരു എമർജൻസി വന്ന് ആലോചിക്കുക, ഈ ഐഫോൺ EMI എടുത്ത് പോകുന്നവർക്ക് ഹെൽത്ത് ഇൻഷുറൻസ് കാണില്ല, ലൈഫ് ഇൻഷുറൻസ് കാണില്ല, ടേം ഇൻഷുറൻസ് കാണില്ല. ഇതൊക്കെ ഇപ്പം ചിലപ്പോൾ എനിക്കെന്താ പറയുക തന്തമായിരുന്നു തോന്നും. പക്ഷേ എനിക്ക് ബേസിക്കലി ആ ഒരു ഞാനും ഈ ഒരു ഫേസിൽ കൂടെ പോയിട്ടുണ്ടായിട്ട് എൻ്റെ മിസ്റ്റേക്കിന് ഭാഗ്യത്തിന് എനിക്കൊന്നും പറ്റില്ല. ഒന്ന് ആലോചിച്ച് നോക്ക്, നമുക്കൊരു ചെറിയൊരു ആക്സിഡൻറ്റോ എന്തെങ്കിലും നടന്നു, ഹെൽത്ത് ഇൻഷുറൻസ് ഇല്ല, ഈ ഐഫോണിൻ്റെ EMI എടുക്കുന്നവർക്ക് ഒരു 20 ലക്ഷമോ 10 ലക്ഷമോ ഹോസ്പിറ്റലിൽ ചിലവാക്കാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ ഈ ഒരു ഇറസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു ഫിനാൻഷ്യൽ എക്സ്പെൻഡിച്ചറാണ് ഞാൻ മെയിനായിട്ട് ഇവിടെ അഡ്രസ്സ് ചെയ്യാൻ നോക്കുന്നത്. പിന്നെ ഇതിൻ്റെ ഡ്രൈവിംഗ് ഫാക്ടേഴ്സ്, അതിൽ ഞാനും ഒരു ഉത്തരവാദിയാണ്. കാരണം സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ലൈക്ക് ഇവിടെ ഇപ്പോൾ ടിക്ടോക്കും അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമും, ഇമ്പൾസ് ബൈ, ഇൻഫാക്ട് അറൗണ്ട് 55% ഓഫ് ഈ ജെൻസി വെറും സോഷ്യൽ മീഡിയ കണ്ട് അപ്പം വാങ്ങണം എന്ന് തോന്നി വാങ്ങുന്ന ഒരു ഇമ്പൾസ് ബൈ ഭയങ്കരമാണ്. ഫസ്റ്റ് ഓഫ് ഓൾ തന്നെ കുറേ റീസൺസ് ഉണ്ട്, ആക്സബിലിറ്റി ഉണ്ട്, ഇതുപോലെ ക്രെഡിറ്റ് കാർഡ് ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളും ഉണ്ട്. പക്ഷേ ഇപ്പം ഇതിൽ തന്നെ പറയുന്നത് ഇതിൽ വേറൊരു വിഷയം വന്നിരിക്കുന്നത്, ഇപ്പോഴത്തെ ജനറേഷൻ്റെ ഒരു മെയിൻ തിങ്, അവർക്ക് ഇപ്പോൾ വീടും, നമ്മുടെ പാരൻസിനൊക്കെ വീടും സ്ഥലമൊക്കെ വാങ്ങണം. ഇപ്പോഴത്തെ മിക്ക ജനറേഷൻ ഒരു യങ് ആൾക്കാർക്കും അതൊക്കെ ഔട്ട് ഓഫ് റീച്ചായി തോന്നുന്നുണ്ട്. സോ അവർ ഇങ്ങനത്തെ കാര്യങ്ങളിൽ ഇൻവെസ്റ്റ് ചെയ്താണ് സ്പെൻഡ് ചെയ്തിട്ടാണ് പൈസ കളയുന്നത്. അത് ഡ്രസ്സ് വാങ്ങിയാണെങ്കിലും മേക്കപ്പ് പ്രോഡക്ട്സ് വാങ്ങിയാണെങ്കിലും ഇത് ബേസിക്കലി ആൾക്കാരെ ഇമ്പ്രസ് ചെയ്യാൻ, അല്ലെങ്കിൽ സോഷ്യൽ മീഡിയനെ ഇമ്പ്രസ് ചെയ്യാനാണ്. അല്ലെങ്കിൽ സ്വന്തമായിട്ട് ഇപ്പോഴത്തെ ഒരു വളരെ ഇതിലും അത് പറയുന്നുണ്ട്, വളരെ ഒരു കോമൺ പ്രിൻസിപ്പിൾ എല്ലാവരും പറയില്ലേ, നിങ്ങൾ ഒരു ജീവിതമുള്ളൂ, യാത്ര ചെയ്യുക, യു ഓൺലി ലിവ് വൺസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അത്, ആ ഒരു വാക്കും പേരും കേട്ട് ഇവരില്ലാത്ത പൈസയും വെച്ച് പോയി യാത്രയും ഒരിക്കലും ഒരു നിർബന്ധമില്ല. നിങ്ങൾക്ക് ഒരു യാത്ര ഉള്ളൂ, ചിലപ്പോൾ നിങ്ങൾക്ക് കേരളത്തിൻ്റെ വെളിയിൽ പോകാൻ പറ്റില്ലായിരിക്കും നിങ്ങളുടെ സാമ്പത്തികം അല്ലാമെങ്കിൽ, പക്ഷേ അതിനുവേണ്ടി ഒരിക്കലും കടമെടുത്ത് നിങ്ങൾ പോയി അതിന് പുറകെ അത് ഒരു ലൈഫ് ലോങ് മെമ്മറി എന്ന് വിചാരിക്കും. ചിലപ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ എല്ലാം പറ്റണം എന്നില്ല. ഇപ്പം നിങ്ങളെയും കാട്ടി സാമ്പത്തികം ബെറ്റർ ആയിട്ടുള്ള അവരുടെ ആഗ്രഹം വേറെ എന്തെങ്കിലും ആയിരിക്കും. ഇപ്പോൾ അവരതിനെ കടമെടുത്ത് അതിലേക്ക് പോയി കഴിഞ്ഞാൽ ഒരിക്കലും അങ്ങനെ എല്ലാവർക്കും എപ്പോഴും ഓരോരോ ആഗ്രഹങ്ങൾ കാണും. സോ നമ്മൾ മാക്സിമം ഈ അസെറ്റ് അല്ലാത്ത കടത്തിപ്പെടാം. ഇപ്പോൾ വീട്, അത് ഒരു എന്തൊക്കെ പറഞ്ഞാലും ഇക്കണോമിക് സെൻസ് അതുകൊണ്ട് ഇപ്പം ആ പൈസ റെൻറ്റിന് കൊടുക്കുന്നതായിരിക്കും ഭാഗം, അങ്ങനെ എന്തെങ്കിലും ആണെങ്കിലും ഒരു അസറ്റിന് വേണ്ടി കടമെടുക്കുന്നതും, അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈൽ മെയിൻറ്റെയിൻ ചെയ്യാൻ, അല്ലെങ്കിൽ ഇതുപോലെ ഒരു സോഷ്യൽ ഇമേജിന് വേണ്ടി കടം എടുക്കുന്നതും വളരെ വ്യത്യാസമുണ്ട്. സോ അത് നിങ്ങൾ മാക്സിമം ചെയ്യാതിരിക്കുക. കാരണം അതിൻ്റെ കുരുക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ ഇതുപോലെ EMI എടുത്തും ലോണും എടുത്ത് പോകുന്നവർ അവർക്ക് ചിലപ്പം ഒരു അടയ്ക്കാൻ പറ്റാതെ വരാം, EMI, അൺഎക്സ്പെക്റ്റഡ് എക്സ്പെൻസസ് വരാം. ഇതൊക്കെ വന്നു കഴിയുമ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോറും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇംപ്ലൈ ചെയ്യും. ഫ്യൂച്ചറിൽ നിങ്ങൾക്ക് ഒരു ബിസിനസ് തുടങ്ങണം, ഒരു വണ്ടി വാങ്ങണം, ഒരു വീട് വാങ്ങണം, അല്ലെങ്കിൽ ഒരു അത്യാവശ്യത്തിന് ഒരു പേഴ്സണൽ മെഡിക്കൽ എമർജൻസിക്ക് ഒരു ലോൺ എടുക്കണം, നിങ്ങൾക്ക് കിട്ടാതെ വരും. ക്രെഡിറ്റ് സ്കോർ നിങ്ങളൊരു EMI മുടക്കി കഴിഞ്ഞ് നിങ്ങൾക്ക് പറ്റാത്ത സ്ഥിതിയിൽ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു ലോണും ഒരു ബാങ്കും തരാതെ വരും. പിന്നെ കൊള്ളപ്പലിശയ്ക്ക് എടുത്ത് അത് കടത്തിന് മുകളിൽ കടമായി. എത്രയൊക്കെ പറഞ്ഞാലും നമുക്ക് ഒരു കടത്തിന് മുകളിൽ കടമൊക്കെ വന്നു കഴിയുമ്പോൾ എന്ത് കടം കൈ ആയിരിക്കും ചെയ്തു തരാവും പോകുന്നതെന്ന് ആർക്കും പറയാൻ പറ്റില്ല. കാരണം ദ പ്രഷർ ഇസ് ദാറ്റ് മച്ച്. നമുക്ക് പറയാം ആത്മഹത്യ ഒന്നിനൊരു സൊല്യൂഷൻ അല്ല, അല്ലെങ്കിൽ സ്റ്റേ സ്ട്രോങ് എന്നൊക്കെ പറയാം. പക്ഷേ ആ ഒരു സ്ഥിതി കൂടെ പോകുന്നവർക്കേ അത് മനസ്സിലാവുള്ളൂ. അത് എല്ലാവരും പല രീതിയിലായിരിക്കും ഡീൽ ചെയ്യുന്നത്, അവരുടെ സപ്പോർട്ട് സിസ്റ്റം പോലെയും. ഒബ്വിയസ്ലി സൂസൈഡ് ഇസ് നോട്ട് ദി ആൻസർ. പക്ഷേ അത് ചെയ്തു പോകുന്നവർക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വന്നു കഴിയുമ്പോൾ എന്ത് ചെയ്യും? സോ നമുക്കത് ന്യായീകരിക്കും, അല്ലെങ്കിലും അങ്ങനെ ചെയ്യുന്നവർ ഇഷ്ടംമാതിരി ഉണ്ട്. കാരണം നമ്മുടെ സർക്കിളിൽ തന്നെ നമുക്കറിയാവുന്നവർ അങ്ങനെ ചെയ്തു പോയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ പറഞ്ഞാലും എനിക്ക് ഇന്നത്തെ ജനറേഷനോട് പറയാനുള്ളത്, നമുക്ക് ഇന്നത്തെ ജനറേഷനിൽ വേഴ്സ്റ്റ് കേസ് സിനാരിയോ, നമ്മുടെ ഇങ്ങനെ സപ്പോസ് എന്തെങ്കിലും കടം കയറിപ്പോയി, അല്ലെങ്കിൽ പ്ലാൻ ചെയ്ത ബിസിനസ് പൊട്ടിപ്പോയി, നമുക്കാണ് ഒന്നിനും തുടങ്ങാനുള്ള ഏറ്റവും കൂടുതൽ അവസരം ഇന്നത്തെ കാലത്തുള്ളത്. ബിക്കോസ് നമുക്ക് ഇനിയിപ്പം നമ്മുടെ ഈഗോയും നമ്മുടെ എന്താ പറയുന്ന ഒരു അഭിമാനം എന്ന് പറയണ്ട, നമ്മുടെ ഈഗോ മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പല ജോബ്സും ഇന്നത്തെ ചെയ്യാനുണ്ട്. ഇപ്പോൾ ഓൺലൈൻ ഡെലിവറീസ് തൊട്ടാണെങ്കിലും, അല്ലെങ്കിൽ ഇപ്പോൾ ക്ലൗഡ് കിച്ചണിൽ വർക്ക് ആണെങ്കിലും പല ഓപ്ഷൻസും ഉണ്ട്. സോ ഇനി സപ്പോസ് നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും കടം കയറിയിട്ടുണ്ടെങ്കിലും നിങ്ങളുടെ ഈഗോവും എല്ലാം മാറ്റി വെച്ച് ഒന്നിന്ന് തുടങ്ങുക.
there's nothing to be ashamed of it. അതിൻ്റെ കൂടെ എനിക്ക് മെയിനായിട്ട് ഈ പറയാനുള്ളത് ഇതുപോലെ തന്നെ ഈ ഈസി വേ മണിക്ക് വേണ്ടിയും ഇന്നത്തെ ജനറേഷൻ കുറേ പേര് ട്രൈ ചെയ്യുന്നുണ്ട്. എന്ന് പറയുമ്പോൾ ഇതുപോലെ ഹൈ റിസ്ക് ഈ ഒന്നും അറിയാതെ തന്നെ ഇപ്പോൾ കുറേ ഈ ഇൻഫ്ലുവൻസേഴ്സ് തന്നെയാണെങ്കിലും ഇതുപോലെ എന്താ സ്റ്റോക്ക് മാർക്കറ്റ്, ഫ്യൂച്ചേഴ്സ്, ട്രേഡേഴ്സ് ഇതിനെക്കുറിച്ച് അറിയാത്തവർ അതിൽ ഇട്ട് പൈസ പോകുന്നുണ്ട്. ഇതൊക്കെ ആക്ച്വലി നമുക്ക് എക്സസ് ഫണ്ട് ഉണ്ടെങ്കിൽ മാത്രം ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അത് പോയാലും കുഴപ്പമില്ല. അങ്ങനെയാണെങ്കിൽ ഇതിനെക്കുറിച്ച് അറിഞ്ഞ് പഠിച്ച് ഒക്കെ ചെയ്യുന്നവരെ പറ്റുള്ളൂ. അല്ലെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണെങ്കിലും നിങ്ങൾക്ക് അധികം റിട്ടേൺസ് കിട്ടിയില്ലെങ്കിലും അല്ലെങ്കിൽ അധികം പൈസ ഇപ്പോൾ കുറേ പേര് വാഗ്ദാനം ചെയ്യുന്നുണ്ട് ഇതിനെ കാട്ടി ഇത്രയും തരാം, അതൊന്നും വേണ്ട. സേഫായിട്ട് കളിച്ച് പോവുക. പക്ഷേ ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് ഒരു ബിസിനസ് തുടങ്ങണം, അത് ഒബ്വിയസ്ലി പൊളിഞ്ഞാലും ഇറ്റ് ഡസൻ മാറ്റർ. അതൊരു റിസ്ക്കാണ്, അത് നിങ്ങളുടെ കയ്യിലുള്ള ഒരു റിസ്ക്കാണ്. പക്ഷേ ബാക്കിയുള്ളവരെ വിശ്വസിച്ച് നിങ്ങൾ അവർക്ക് പൈസ കൊടുത്ത് അവരെ ഇൻവെസ്റ്റ് ചെയ്ത് ഇത്രയും തരും എന്നൊക്കെ പറയുമ്പോൾ അതിനൊന്നും പോകാതിരിക്കുക. കാരണം ദർ ഇസ് എ ചാൻസ് ഫോർ യു ഗൈസ് ടു ഗെറ്റ് ചീറ്റഡ്. അതും അങ്ങനെയും ഒരുപാട് പേരുടെ പൈസ പോയിട്ടുണ്ട്. ഇപ്പം തന്നെ ഈ റിയൽ എസ്റ്റേറ്റ് തട്ടിപ്പ്, ഇതുപോലെ പിരമിഡ് സ്കീം തട്ടിപ്പുകൾ, ഈസി മണി യങ് ജനറേഷന് കിട്ടുമെന്ന് കാണുമ്പോൾ അവരതിലേക്ക് പെട്ടെന്ന് പോകുന്നുണ്ട്. പണ്ടത്തെ ജനറേഷൻ പോവുമെങ്കിലും അവർ ഒരുപാട് ആലോചിച്ചേ പോവുള്ളൂ. ഇന്ന് ഇത്രയും പൈസ പെട്ടെന്ന് കിട്ടും ഇവർ പറഞ്ഞു എന്ന് പറഞ്ഞ് പോകുന്നതാണ്. സോ പ്ലീസ് ഡു നോട്ട് ഡു ദാറ്റ് ഓൾസോ. ആൻഡ് ഈ ക്രെഡിറ്റ് കാർഡ് അതിനെക്കുറിച്ചും കൂടെ പറയാനുണ്ട്. ഇപ്പോൾ ഈ ഈസി ആയിട്ട് ക്രെഡിറ്റ് കാർഡ്സും കിട്ടുന്നവരുണ്ട്. ഈ ക്രെഡിറ്റ് കാർഡൊക്കെ കിട്ടുന്നവർ ഇത് ക്രെഡിറ്റ് കാർഡ് മറിച്ച് അതിൽ നിന്ന് പേയ്മെൻറ്റ് നടത്തി മിക്കവർക്കും എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവർ ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഫിനാൻഷ്യൽ ലിറ്ററസി വളരെ കുറവാണ്. എനിക്ക് നമ്മുടെ സ്കൂളിൽ പോലും പഠിക്കുന്നത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിപ്പിക്കേണ്ട ഒരു ടോപ്പിക്കാണ്. എങ്ങനെയാണ് ഒരു ഫിനാൻഷ്യലി എക്കണോമിക്സും സയൻസിനൊക്കെ കാട്ടി ഇമ്പോർട്ടൻ്റ് അല്ലേ, പൈസ വേണ്ട എല്ലാത്തിനും. അത് പഠിപ്പിക്കുന്ന ഒരു വളരെ ഇപ്പോൾ എങ്ങനെയാണ് ഫൈനാൻഷ്യലി മാനേജ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് പൈസ കൂട്ടാം, ഒരു ബേസിക് ഫിനാൻഷ്യൽ ലിറ്ററസി എല്ലാവർക്കും ഉണ്ടാവേണ്ടതല്ലേ. ഇപ്പോൾ എൻ്റെ ഈ ഫ്രണ്ടിൻ്റെ അവനൊരു 50,000-60,000 രൂപയ്ക്കെങ്ങാണ്ട് ക്രെഡിറ്റ് കാർഡിൽ നിന്ന് വാങ്ങി. അപ്പോൾ അവന് ഒരു ഐഡിയ ഇല്ല കേട്ടോ ക്രെഡിറ്റ് കാർഡിനെ കുറിച്ച്. ഈ മിനിമം ഡ്യൂ അടച്ചാൽ മതി എന്ന് വിചാരിച്ച് അവൻ മിനിമം ഡ്യൂ അടച്ച എല്ലാ മാസവും പോകും. അപ്പോൾ ഈ മിനിമം ഡ്യൂ എനിക്ക് തോന്നുന്നു 50,000 അല്ല 20,000 22,000 എങ്ങാണ്ടായിരുന്നു എന്ന് തോന്നുന്നു. 5-6 മാസം കഴിഞ്ഞ് ഈ 22,000 അടുത്ത മാസത്തെ മിനിമം ഡ്യൂ കുറച്ച് അടച്ചടച്ച് പോവും. ലാസ്റ്റ് 60,000-70,000 രൂപയായിട്ടും അത് തീരുന്നില്ല. അവർ വിചാരിച്ചു മിനിമം ഡ്യൂ അടിച്ചു കഴിയുമ്പോൾ ലാസ്റ്റ് ഡ്യൂ എമൗണ്ട് 0 കാണിക്കും. പക്ഷേ മിനിമം ഡ്യൂ അടിച്ചു കഴിഞ്ഞാലും ആ ബാക്കിയുള്ള എമൗണ്ടിന് ഭയങ്കര പലിശയാണ്. സോ ഇങ്ങനത്തെ ചെറിയ ഈ 50,000 രൂപ തന്നെ 1 ലക്ഷം 2 ലക്ഷം ഒക്കെ ആവും. അത് അടച്ചടച്ച് തീരത്തില്ല. അപ്പോൾ ഈ ഒരു ഫിനാൻഷ്യൽ ഇലിറ്ററസിയും വളരെ പാടുണ്ട്. പിന്നെ ജസ്റ്റ് വേറൊരു സ്റ്റാറ്റിസ്റ്റിക്സ് പറയട്ടെ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഇന്നത്തെ ജനറേഷൻ EMI എടുക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നറിയോ? നമ്പർ 1 ട്രാവൽ ആൻഡ് നമ്പർ 1 ഐഫോൺ മൊബൈൽ ഫോൺ എന്നല്ല പറയുന്നത്, ഐഫോൺസ് ആണ് പറയുന്നത്. സെക്കൻഡ് വൺ പറയുന്നത് കോൺസേർട്സ് ആൻഡ് ട്രാവൽസ്. കോൺസേർട്സ് ആൻഡ് ട്രാവൽസ് അതിനു വേണ്ടി EMI എടുത്തു പോകും. ആൻഡ് ഫൈനലി സ്നീക്കേഴ്സ്, ഷൂസ് വാങ്ങാൻ വരെ എടുക്കും. ഇതൊക്കെ ഞാൻ EMI എടുത്ത് ഷൂസ് വാങ്ങിയിട്ടില്ലെങ്കിലും ഞാനും ഇതുപോലെ അനാവശ്യമായിട്ട് കുറേ പൈസ ഇതിനൊക്കെ വാങ്ങി സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ഇവൺ ഡു ഐ ലവ് ഓൾ ദിസ്, എനിക്കിപ്പോൾ അത് നെസസറി ആയിട്ട് തോന്നില്ല ഇപ്പോഴും. പക്ഷേ നമുക്ക് ഇമ്പൾസ് ബൈ ആയിട്ട് വാങ്ങിപ്പോവും. അത് ഒന്ന് കൺട്രോൾ ചെയ്യും. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ എന്തെങ്കിലും വാങ്ങണം, പെട്ടെന്ന് വാങ്ങണം, അത് വേണം ഇത് വേണം എന്ന് തോന്നിയാൽ, എസ്പെഷ്യലി ഓൺലൈനിൽ കൂടെ 1-2 ദിവസം വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ ആലോചിക്കുക, ഒരിക്കലും അപ്പോൾ വാങ്ങരുത്. അറ്റ്ലീസ്റ്റ് ഒരു 2 days വെയിറ്റ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് അത്രയും വേണമെന്ന് തോന്നിയാൽ മാത്രം ഓബ്വിയസ്ലി പിന്നെ വാങ്ങും. പക്ഷേ അറ്റ്ലീസ്റ്റ് ഗിവ് ഇറ്റ് സം ടൈം. ഉടനെ എടുത്തിയാടി വാങ്ങാതിരിക്കുക. അതുപോലെ തന്നെ ബാക്കിയുള്ളവരെ ഇമ്പ്രസ് ചെയ്യാൻ വേണ്ടി ചിലവർക്ക് ഇപ്പോൾ ദുബായിൽ ഞാൻ പറയട്ടെ, ദുബായിൽ റിയൽ എസ്റ്റേറ്റ് ഏജൻറ്റ്സ് ഉണ്ടല്ലോ, അവരില്ലാത്ത പൈസ വെച്ച് EMI വെച്ചിട്ടായിരിക്കും കാറും അതൊക്കെ വാങ്ങുന്നത്. കാരണം അവർക്ക് അതുണ്ടെങ്കിലേ അവർക്ക് ഒരു ക്ലയൻറ്റിൻ്റെ അടുത്ത് അപ്രോച്ച് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതുപോലെ തന്നെ ആൾക്കാരുടെ അടുത്തൊരു വാല്യൂ ഉള്ളൂ. അവർക്ക് ചിലപ്പോൾ ഇത് അഫോർഡ് ചെയ്യാനേ പറ്റില്ലായിരിക്കും. അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നല്ല ഡീൽ കിട്ടുമ്പോൾ ഇത് അടച്ചു പോകുന്നതായിരിക്കും. പക്ഷേ അത് കണ്ട് സാധാരണക്കാർ അല്ലെങ്കിൽ അത് ഈ വണ്ടി നമുക്ക് വേണം, അത് ആ സാധനം വേണം, ഈ ഒരു ഷർട്ട് വേണം എന്ന് വിചാരിച്ച് ഒരിക്കലും, വാച്ച് വേണം എന്ന് വിചാരിച്ച് നിങ്ങൾ ഒരിക്കലും അത് പോകരുത്. കാരണം അവർക്ക് അവരുടെ നിലനിൽപ്പിൻ്റെ ഭാഗമാണ്. ഇൻഫാക്റ്റ് എനിക്ക് പേഴ്സണലി പറ്റിയാണ്. ഞാൻ ഒരു ട്രാപ്പിൽ വീണത്, എനിക്ക് ഏറ്റവും വലിയൊരു കടം വന്നത്, ഞാൻ ഒരു കാര്യം പണിയാൻ പോയിട്ട് ആ കോൺട്രാക്ടർ വന്ന വണ്ടി കണ്ടിട്ടാണ് ഞാൻ വിശ്വസിച്ച് പോയത്. സോ അതുപോലെ ആൾക്കാരെ വിശ്വസിപ്പിക്കാൻ വേണ്ടി വിച്ച് ദേ കനോട്ട് അഫോർഡ്, അവർക്കൊരിക്കലും അഫോർഡ് ചെയ്യാൻ പറ്റാത്ത സാധനങ്ങൾ വെച്ച് ആയിരിക്കും അവർ ജീവിക്കുന്നത്. പക്ഷെ അത് നിങ്ങൾക്കറിയില്ല. ഇൻഫാക്റ്റ് ഈ സോഷ്യൽ മീഡിയ കാണുന്ന പലവരും അവരുടെ കോണ്ടൻറ്റും അവർക്ക് തന്നെ വരുമാനം കിട്ടുന്നത് കൊണ്ടാണ് അതിൽ ഇപ്പോൾ ട്രാവലാണെങ്കിലും
ഇപ്പോൾ ഡ്രസ്സുകൾ കാണിക്കുന്നതാണെങ്കിൽ എന്ത് കാണിക്കുന്നതോ. പക്ഷെ അത് കണ്ട് നിങ്ങൾ നിങ്ങൾ അതുപോലെ തന്നെ ആസ്പയർ ചെയ്യരുത്. അതാണ് എനിക്ക് മെയിനായിട്ട് പറയാനുള്ളത്. സോഷ്യൽ മീഡിയയിൽ ഇൻഫ്ലുവൻസിങ് നിങ്ങൾ മനസ്സിലാക്കണം, എല്ലാം അവർക്ക് മോണിറ്ററി ഗെയിൻ ഉള്ളതുകൊണ്ട്. ഇപ്പോൾ എനിക്കാണെങ്കിലും ഞാൻ പറഞ്ഞല്ലോ, ഇപ്പോൾ താജ് ലേക്ക് പാലസ് ചെയ്യാൻ പോയി താമസിക്കാൻ പറ്റി, പല ഹോട്ടൽസും റിസോർട്ടിലും താമസിക്കാൻ പറ്റി. അത് അഫോർഡ് ചെയ്യുന്നവർക്ക് അടുത്ത് അത് എത്തിച്ചാൽ ഓബ്വിയസ്ലി നോ പ്രോബ്ലം. പക്ഷേ എനിക്ക് അതിൽ നിന്ന് ഫിനാൻഷ്യൽ അല്ലെങ്കിൽ അതിന് ഇൻകം ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് തോന്നിയില്ലെങ്കിൽ ഒരിക്കലും ഞാൻ അത് ചെയ്യില്ല. അപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താ, ഓബ്വിയസ്ലി നല്ല സ്ഥലമാണ്, അത്രയും പൈസ കൊടുത്താൽ വേർത്താണ്. പക്ഷേ എനിക്കതിന് ഇൻകം കിട്ടുന്നുണ്ടെങ്കിൽ മാത്രമേ ഞാൻ അത് ചെയ്യുള്ളൂ. അല്ലെങ്കിൽ ഞാൻ അത് പോയി ചെയ്തിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ ഇൻകം കിട്ടും എന്നുള്ള ഹോപ്പിലായിരിക്കും ഞാൻ ചെയ്യുന്നത്. ഇപ്പോൾ തന്നെ ഞാനൊരു ഭയങ്കര ഒരു എക്സ്പെൻസീവ് ട്രിപ്പ് ബുക്ക് ചെയ്തിട്ടുണ്ട്. തിങ്സ് എനിക്കത് നല്ല കോണ്ടൻറ്റ് ഉണ്ടാക്കാൻ പറ്റും, അതിൽ നിന്ന് കുറച്ചെങ്കിലും ഇൻകം കിട്ടും, അതുകൊണ്ട് നല്ല ബ്രാൻഡ്സ് എന്നെ കണ്ടുവരും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരിക്കലും എനിക്കത് ചെയ്യാൻ പറ്റില്ല. ഇൻഫാക്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ ട്രിപ്പ് ഞാൻ എടുത്തിരിക്കുന്നത് EMI തന്നെയാണ്. സോ അത് കണ്ട് എല്ലാവരും അത് ചെയ്യാം. ഇപ്പോൾ അഫോർഡ് ചെയ്യാൻ പറ്റാത്തവരും ചെയ്യാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ യു വിൽ ഓബ്വിയസ്ലി ബി ഇൻ ഡെറ്റ്. പിന്നെ ഞാൻ വീണ്ടും പറയുകയാണ്, എല്ലാവരും പറയും നിങ്ങൾക്ക് ഒരു ജീവിതമുള്ളൂ, നിങ്ങൾ അടിച്ചു പൊളിക്കണം, യങ് ഏജിൽ എൻജോയ് ചെയ്യണം, എല്ലാം ചെയ്യണം എന്ന് പറയും. എല്ലാം നിങ്ങളുടെ ഫിനാൻഷ്യലിൽ ഒതുങ്ങുന്ന രീതി മാത്രം ചെയ്യാൻ നിൽക്കുക. ബാക്കിയുള്ളവർ പറഞ്ഞ് എടുത്ത് ചാടി അതുപോയി ചെയ്യാതിരിക്കാൻ നോക്കുക. ബിക്കോസ് ഇൻ ദി എൻഡ് നിങ്ങൾ മാത്രമേ കാണുള്ളൂ. അത് ഫിനാൻഷ്യൽ ഭദ്രത ആരൊക്കെ എന്തൊക്കെ ബന്ധം പറഞ്ഞാലും, അച്ഛനുണ്ടെങ്കിലും മോനുണ്ടെങ്കിലും എന്തൊക്കെ ഉണ്ടെങ്കിലും ഫിനാൻഷ്യലി നിങ്ങൾക്ക് സൗണ്ട് ആൻഡ് സെക്യൂർഡ് അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫ് വിൽ ബി ഹൊറബിൾ. അത് ഏജ് ആവുന്തോറും നമ്മുടെ ഓപ്ഷൻസ് ചിലപ്പോൾ കുറഞ്ഞു വരും. ആൻഡ് നമ്മുടെ യങ് ഏജിൽ തന്നെ തുടങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്കത് വളരെ ഇപ്പോൾ ചെറിയ രീതിയിലുള്ള SIP ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെറിയ രീതിയിൽ മതി. എന്തെങ്കിലും ഒരു സേവിങ്സ് ഹാബിറ്റ് നിങ്ങൾ തുടങ്ങുക. അതുപോലെ തന്നെ പ്ലീസ് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക. ഞാൻ ഒരു കമ്പനിയുടെയും പേര് പറയുന്നില്ല, ബിക്കോസ് എനിക്ക് ഇതൊരു എൻഡോഴ്സ്മെൻറ്റ് വീഡിയോ അല്ലെങ്കിൽ ഒരു പ്രൊമോഷൻ വീഡിയോ ഒന്നുമല്ല. ബട്ട് പ്ലീസ് നിങ്ങൾ തന്നെ നിങ്ങൾക്ക് അഡ്വൈസേഴ്സിനെ, വിശ്വാസമുള്ള ഫാമിലിയോ അല്ലെങ്കിൽ ആരെങ്കിലും അഡ്വൈസേഴ്സ് അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ക്ലെയിം ചെയ്തവരോടൊക്കെ ചോദിച്ച് നിങ്ങൾക്ക് തന്നെ ക്യാഷ്ലെസ് ഹോസ്പിറ്റൽസ് ഉള്ള സ്ഥലത്ത് പ്ലീസ് ടേക്ക് എ ഹെൽത്ത് ഇൻഷുറൻസ്. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പോവേർട്ടിയിലേക്ക് ഒരു മിഡിൽ ക്ലാസ് പോകുന്നത് ഹെൽത്തിൽ കൂടെ ആണ്. അവർക്കൊരു ക്യാൻസറോ ഒരു ആക്സിഡൻറ്റോ വന്നു കഴിഞ്ഞാൽ വീടും സ്വർണ്ണവും ഒക്കെ വിറ്റിട്ടായിരിക്കും ആശുപത്രിയിലേക്ക് പോകുന്നത്. സോ ഹെൽത്ത് ഇൻഷുറൻസും നിങ്ങൾക്ക് അത്യാവശ്യം കുറച്ച് സേവിങ്സ് അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഇതുപോലെ SIPയിലേക്കൊക്കെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടെങ്കിൽ ഓബ്വിയസ്ലി നിങ്ങളുടെ ലൈഫാണ് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ. ഇപ്പോൾ ചിലവർക്ക് ചിലപ്പം ഒരു ദിവസം ഒരു ചെറായി ബീച്ചിൽ പോയിട്ട് എൻജോയ് ചെയ്യാൻ പറ്റില്ല, അത് മതി. ചിലവർക്ക് തായ്ലൻഡും ബാങ്കോക്കും പോയി എല്ലാ മാസവും എൻജോയ് ചെയ്യാം, അവർ ചെയ്തോട്ടെ. ചിലവർക്ക് അമേരിക്കയിൽ പോയി എൻജോയ് ചെയ്യാം, അന്റാർട്ടിക്ക പോയി കാണാം. സോ അവരവരുടെ ഫിനാൻഷ്യൽ കേപ്പബിലിറ്റിയിൽ അനുസരിച്ച് പോട്ടെ. ആൻഡ് ബാക്കിയുള്ളവരെ ഇംപ്രസ് ചെയ്യാൻ അൺലെസ് യുവർ ജോബ് അല്ലെങ്കിൽ റിക്വയർസ് ഇറ്റ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഇമേജ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ജോബിൽ ബെനിഫിറ്റ് ഉണ്ടാവുള്ളൂ അല്ലെങ്കിൽ സെക്യൂരിറ്റി ഉണ്ടാവുള്ളൂ. അങ്ങനത്തെവരല്ലെങ്കിൽ ബാക്കിയുള്ളവരെ ഇംപ്രസ് ചെയ്യാനേ നിങ്ങൾ നിൽക്കരുത്. നിങ്ങളുടെ ഫിനാൻഷ്യൽ ഭദ്രത വെക്കുക. അല്ലെങ്കിൽ ഒരു എമർജൻസി വരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ വല്ലാതെ ഡൗൺ ആവും. ആ ടൈമിൽ ആര് എന്ത് ചെയ്യും എന്നറിയില്ല. അപ്പോൾ നമ്മുടെ ലിവ് വൺസും ബാക്കിയുള്ള യൂത്ത് ഉള്ളി കം വൺസ് എന്നുള്ളതൊക്കെ പോവും. സോ അതിലേക്കൊന്നും പോവാതെ ഇരിക്കുക. ബി ഫിനാൻഷ്യലി ലിറ്റിൽ ബിറ്റ് റെസ്പോൺസിബിൾ. സോ പ്ലീസ്, ഇതൊരു അഡ്വൈസ് അല്ല. കാരണം ഫിനാൻഷ്യൽ ബേസിലുള്ള ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം വലിയ ആൾക്കാർ വരെ ഇങ്ങനത്തെ ഒരു സിറ്റുവേഷൻ, ഇത് നമുക്ക് എന്താണെന്നറിയില്ല, പക്ഷേ പലവരും ഫിനാൻഷ്യൽ സിറ്റുവേഷൻ കൊണ്ട് ജീവൻ ഒടുക്കുന്ന ആൾക്കാരുണ്ട്. നിങ്ങൾക്കത് ഒരിക്കലും, നമുക്ക് ആർക്കും അതൊരിക്കലും വരാതിരിക്കട്ടെ. ഒരു ബേസിക് സെക്യൂരിറ്റി എങ്കിലും നമുക്ക് ഉണ്ടാവട്ടെ. ഫൈനലി എല്ലാവരും പറയുന്നത് നമ്മുടെ ഒരു എമർജൻസി ഫണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജോലിയില്ല, ബിസിനസ് പൂട്ടിപ്പോയാലും 3 മാസം എങ്കിലും വേണം എന്നാണ്. എത്ര പേർക്ക് കാണും അത്? നിങ്ങൾ തന്നെ ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തന്നെ ഉണ്ടോ നിങ്ങൾ തന്നെ ഒന്ന് ആലോചിച്ച് നോക്കുക. ആൻഡ് ജസ്റ്റ് ഈ ഒരു കാര്യം പറയാനായിരുന്നു. ഐ തിങ്ക് ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ടു അഡ്രസ് ഇറ്റ്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് പറഞ്ഞ് അഡ്രസ്സ് ചെയ്യാനായിരുന്നു. ആൻഡ് നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഡു ഷെയർ. എന്തായാലും റോയ് സാറിന് ആദരാഞ്ജലികൾ നേരുന്നു. ആൻഡ് ഹോപ്പ്ഫുള്ളി എവ്രി വൺ വിൽ ബി ഫിനാൻഷ്യലി സെക്യൂർഡ്. ആൻഡ് നമ്മുടെ ഈ ഒരു ഇൻസെയിൻ ഡെത്ത് ട്രാപ്സിൽ നിന്ന് മാറി കുറച്ചും കൂടെ ഒരു ഫിനാൻഷ്യലി റെസ്പോൺസിബിൾ സൊസൈറ്റിയിലേക്ക് പോകുന്നു വിചാരിക്കുന്നു. സോ ആരെങ്കിലും ഇങ്ങനത്തെ ആൾക്കാർക്ക് നിങ്ങൾക്ക് തോന്നണമെങ്കിൽ പ്ലീസ് ടു ടെൽ ദം ടു വാച്ച് ദിസ് വീഡിയോ. എന്തായാലും അടുത്തൊരു വീഡിയോ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ.